ആദ്യം രാജ ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം. ഇപ്പം പാസ്റ്റർ അവസാനം പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് ചോദ്യമുള്ളത്. ഇപ്പം പാസ്റ്റർ പറയുകയുണ്ടായി, ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്നത് രാവിലെ കുറച്ച് ഡോളറായിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണമായിട്ടല്ല. അപ്പം നമുക്ക്, നമ്മളെ സംബന്ധിച്ച്, ഒരു സാധാരണക്കാരെ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം. അപ്പൊ ഇത്തരത്തില് ഇപ്പം പാസ് പറഞ്ഞു, ഇതൊന്നും ദൈവസ്നേഹം വഴിയായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഐസ്ക്രീം പ്രതീക്ഷിക്കേണ്ട, ഡോളറും പ്രതീക്ഷിക്കേണ്ട, യാതൊരു തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അപ്പൊ ഈ 32,000 വർഷം മുമ്പ് ജീവിച്ച യേശു എന്ന് പറയുന്ന ആളെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിലൂടെ, ഈ ഇപ്പം പാസ്റ്റർ ഇവിടെ അവകാശപ്പെടാൻ ശ്രമിക്കുന്നത് ദൈവ സ്നേഹം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ ദൈവസ്നേഹം എന്നുള്ള സംഗതി നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു 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 വികാരം അനുഭവിക്കണമെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അവനെ അവനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഘടകമുണ്ടല്ലോ. അപ്പൊ ഈ യേശുവിൽ കൂടെയുള്ള ഈ ദൈവസ്നേഹം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അനുഭവവേദ്യമാക്കുന്നത്? എങ്ങനെ അത് എന്താണ് ഇതിന്റെ ഗുണം എന്താണ്? അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത്? ഈ യേശു ഉള്ള വിശ്വാസം വഴിയായുള്ള ദൈവസ്നേഹം അത് എന്ത് പ്രയോജനമാണ് ഒരു മനുഷ്യന് കിട്ടുന്നത്, ലഭിക്കുന്ന യഥാർത്ഥത്തില്? ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഫാസ്റ്റ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. അതിനു മുമ്പ് ദൈവം പല പ്രവാചകന്മാരെയൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം പുത്രനെ ദൈവം അവസാനം ലോകത്തിലേക്ക് അയക്കാതെ, യേശു തന്നെ പറയുന്നുണ്ട് ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കഥയൊക്കെ പറഞ്ഞിട്ട്, ഈ എസ്റ്റേറ്റ് ഉടമ പല ജോലിക്കാരെ അവിടേക്ക് അയച്ചു. പക്ഷെ ആ ജോലിക്കാരെയൊക്കെ അവര് ഗവനിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഈ എസ്റ്റേറ്റിന്റെ ഉടമ സ്വന്തം പുത്രനെ എസ്റ്റേറ്റിലോട്ട് അയക്കുമ്പോൾ, ഇവനാണ് അവകാശി, ഇവനെ കൊല്ലാമെന്ന് പറഞ്ഞ് അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് യേശു തന്റെ മരണത്തെ കുറിച്ചൊക്കെ ഒരു ഉപമയൊക്കെ പറയുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല മനുഷ്യരോട് ഇടപെടുന്നത്. അപ്പൊ ദൈവത്തെ പറ്റി അതുവരെയുള്ള മനുഷ്യരുടെ ധാരണ ദൈവം നമ്മളെ നശിപ്പിക്കുമെന്നും തീ അയക്കുമെന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നും. അപ്പൊ ദൈവത്തെ പറ്റി ഒരു ഭയമാണ്, ദൈവത്തെ പറ്റി ഒത്തിരി മുൻവിധികളാണ്. ആ മുൻവിധികളെ മാറ്റിയിട്ട് ദൈവം തന്റെ പുത്രൻ ഈ മനുഷ്യരുടെ ഇടയിൽ നമ്മിൽ ഒരാളെ പോലെ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു. അപ്പൊ അവൻ അപമാനിക്കപ്പെട്ടിട്ടും നിന്ദിക്കപ്പെട്ടിട്ടും ഒരക്ഷരം ഉരിയാടാതെയും അവരോട് പ്രതികാരം ചെയ്യാതെയും അതൊക്കെ സഹിക്കുകയും അവരുടെ ഇടയിൽ, അപ്പൊ ആ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ദൈവം എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെ ആ പുത്രൻ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിന്റെ ഒരു ലോഗോയായിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് ആ ക്രിസ്തുവിനെ ഞാൻ പറഞ്ഞത്. അതാണ് ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള ഭയവും ഭീതിയും മാറ്റിയിട്ട്, മുൻധാരണകളെ മാറ്റിയിട്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ദൈവവിശ്വാസമുള്ളവർക്ക്, ദൈവം നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള ചിന്തിക്കുന്നവർക്ക് ക്രിസ്തുവിലേക്ക് നോക്കുക. അപ്പൊ ദൈവം എത്രയോ നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു സബ് ക്വസ്റ്റ്യൻ അനുവദിച്ചിട്ടില്ലേ? ചോദിച്ചോളൂ. ഓക്കെ. അല്ല, ഇപ്പോൾ ഒരു ചെറിയ ക്ലാരിറ്റി വേണ്ടത്. ഇപ്പം ഓക്കെ, മനുഷ്യന് വേണ്ടി ഓക്കെ, നമ്മളൊരു ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ഞാൻ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കടുത്ത മർദ്ദനങ്ങൾക്ക് ഇടയാവുകയും അദ്ദേഹത്തിനെ കുരിശിൽ തന്നെ അദ്ദേഹത്തിനെ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം നടത്തിയ ഒരു ജാതി മത രഹിതമായിട്ടുള്ള പരിപാടി നടത്തിയതിന്റെ പേരിൽ ഉയർന്ന ജാതിക്കാരായ ആൾക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി. അപ്പം സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെല്ലാം ക്രൂരമായ മർദ്ദനങ്ങൾക്കും കാര്യങ്ങൾക്കും ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എന്തെങ്കിലും പ്രത്യേകത യേശുക്രിസ്തുവിനുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മർദ്ദനം ഏറ്റു എന്നുള്ളതാണോ ദൈവസ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായിട്ട്? അങ്ങനെ അത് ദൈവസ്നേഹത്തിന്റെ ഉദാഹരണമാണെങ്കിൽ ആ ഒരു മർദ്ദനമേറ്റ ദൈവസ്നേഹം ഇപ്പോഴും ഇപ്പം ക്രിസ്ത്യാനികളായി മാറുന്ന ആൾക്കാർക്ക് അത് ഇപ്പോഴും അന്നത്തെ 2000 വർഷം മുമ്പ് നടന്ന സംഭവം ഒരു ദൈവസ്നേഹമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അത് ഈ ക്രിസ്തു രഹിതരും ക്രിസ്തു സഹിതരും എന്ന് പറയും, ക്രിസ്തു ഉള്ളവരും ക്രിസ്തു ഇല്ലാത്തവരും. അപ്പൊ ക്രിസ്തുവേശുവിലുള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ അത് അനേക ആളുകൾ ജീവിതത്തിൽ പകർത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. വലിയ സമാധാനത്തെ അനുഭവിക്കുകയും
തന്റെ ചുറ്റുപാടുകളെ പ്രകാശഭരിതമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്തുവിനെ ഫോളോ ചെയ്തതിലൂടെ ഈ 20 നൂറ്റാണ്ടുകളിൽ അനേക ആളുകൾ. അപ്പൊ അവർക്ക് ഒരു മാതൃകയായിട്ടാണ് യേശു ക്രിസ്തു നിൽക്കുന്നതെന്ന് പത്രോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് വെറും പീഡനം അനുഭവിച്ചു എന്നുള്ളതല്ല, ഇത് ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ട്രിക്ട്ലി ഈ വിഷയം ബൈബിളിൽ പരാമർശിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന് ഒരു പീഡനം വരുമ്പോൾ, അല്ലെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ, തന്റെ ശിഷ്യനായ പത്രോസ് വാളെടുത്ത് വെട്ടുമ്പോ പത്രോസ്ലീഹയുടെ യേശു കർത്താവ് പറയുന്നുണ്ട്, പത്രോസ് നീ വാൾ ഉറയിലിടുക. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പോരാടുവാൻ 12 ലഗിയോണിലധികം ദൂതന്മാർ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ 12 ലഗിയോൺ എന്ന് പറയുമ്പോൾ 70,000 അപ്പൊ നിങ്ങൾക്കത് ഒരു പക്ഷേ ഒരു എത്തീസ്റ്റ് എന്ന നിലയ്ക്ക് വിശ്വാസമില്ലായിരിക്കാം. പക്ഷെ മതവിശ്വാസികളെ സംബന്ധിച്ച് ആത്മമണ്ഡലത്തിൽ 72,000 ഏഞ്ചൽസ്, 70,000 ഏഞ്ചൽസ് ഗതസമന തോട്ടത്തെയും യെരുശലേം നഗരത്തെയും വളഞ്ഞു നിൽക്കുമ്പോൾ യേശുക്രിസ്തു എല്ലാ ശക്തിയുമുള്ള ഒരു സർവ്വ സൈന്യാധിപൻ, അല്ലെങ്കിൽ യെരുശലേം നഗരത്തെ തന്നെ ഭസ്മീകരിക്കാൻ കഴിവുള്ള വലിയ പവറിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ പീഡകളെ സഹിച്ചു. അങ്ങനെ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തിയെന്നാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിന്റെ മുമ്പിൽ കുമ്പിടുകയും യേശുവിനെ ഇന്നും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ദൈവം മനുഷ്യനായി വന്നിട്ട് ഈ പവറുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും, അപ്പം ആ യേശുവിന് പോരാടേണ്ടത്, ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, എതിരാളികൾ റോമൻ സൈന്യമോ യഹൂദ പരീക്ഷകളോ അല്ല, മറിച്ച് തന്റെ തന്നെ ശക്തിയെ കൺട്രോൾ ചെയ്യുകയാണ്. കാരണം അത്രമാത്രം ഇമ്മൻസ് പവർ ഫിംഗർ ടിപ്പിൽ നിൽക്കുമ്പം അത് ഉപയോഗിക്കാതെ സ്വയം സമർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്, സ്വയം ഏൽപ്പിച്ചു. അപ്പൊ അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ ആ താഴ്മയിലും ആ വിനയത്തിലും യേശു കർത്താവ് കാണിച്ചു. അതാണ് 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഞങ്ങള് പ്രഘോഷിക്കുന്നത്. അത് ചെയ്യുമോ എന്നുള്ള, ഇപ്പൊ സഹോദരൻ അയ്യപ്പൻ തല്ലുകൊണ്ടു എന്ന് പറഞ്ഞാൽ അയ്യപ്പന് തിരിച്ചു തല്ലാനോ അതിനെ എതിർക്കാനോ ഉള്ള കരുത്തോ കഴിവോ ആൾക്കൂട്ടമോ പിൻബലമോ ഇല്ലായിരുന്നു, അതുകൊണ്ട് തല്ലുകൊണ്ടു. അങ്ങനെ തല്ലുകൊള്ളുന്നവരെല്ലാം യേശുവിന്റെ മാതൃകയൊന്നുമല്ല. തല്ലുകൊള്ളുന്നവർ ഭാഗ്യവാന്മാരാണ്, അവരെ കർത്താവ് സഹായിക്കും, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ യേശുക്രിസ്തു ചുമ്മാ നിന്ന് തല്ലുകൊണ്ടതല്ല, യേശുക്രിസ്തുവിന് അതിനെ നീക്കിക്കളയുവാൻ കഴിവുണ്ടായിരിക്കെ, അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമത്വം കാര്യമായി പരിഗണിക്കാതെ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ഹി ബിക്കം എ മാൻ. കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി അവൻ തീർന്നു എന്നുള്ളതിലാണ് ക്രിസ്തുവിന്റെ മഹത്വത്തെ ഞങ്ങൾ ദർശിക്കുന്നത്. Thank you, Pastor. Thank you, Raja.